ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. മീൻസ് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു 3 ദിവസത്തെ ഡേ റൂട്ടീൻ എടുക്കുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്ന രാവിലെ ഒരു 8 മണി മുതൽ വൈകിട്ടൊരു 6 or 6:30 വരെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. എന്താവോ എന്തോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ എണീറ്റതൊരു 7:45 എണീറ്റു. എന്നിട്ട് വീണ്ടും എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ പതിയെ ഒന്ന് കിടന്നത് ഗൈസ്. കുറച്ച് ടൈമൊന്ന് ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ ഞാൻ എണീറ്റ് വീഡിയോ എടുത്തിട്ടും അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഉറക്കണം. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ 8 മണിക്കെങ്കിലും എണീറ്റില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കലും റെഡി ആവലും ഒന്നും നടക്കില്ല. നമുക്ക് എണീക്കാം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതലേ നമ്മുടെ ടി വി തുറന്ന് വെച്ചിട്ട് ന്യൂസ് ചാനലിലിട്ട്. കാരണം ഫുൾ ടൈം ഇപ്പോൾ വയനാടിൻ്റെ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ മുടി ആദ്യം ഒന്ന് കെട്ടിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്നും ഇങ്ങോട്ടിട്ടൊക്കെ ആകുമ്പോഴേക്കും അത് സെറ്റാവില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുടി ഒന്ന് സെറ്റാക്കി വയ്ക്കും. ഫ്രണ്ടിൽ ഈ മുടി മുറിച്ച് അന്ന് മുതൽ ഞാൻ പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് കെട്ടാൻ പറ്റുന്നില്ല, അഴിച്ചിടാൻ പറ്റുന്നില്ല. ഈ 2 സാധനം ഇങ്ങനെ തുറിച്ച് നിൽക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇങ്ങനെ വെട്ടാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വെട്ടണ്ട. പിന്നെ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കെട്ടിയാലൊന്നും നിൽക്കില്ല. അതിങ്ങനെ അഴിഞ്ഞു പോകുന്നതുകൊണ്ടിരിക്കും. അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞൊരു 4-5 തവണ നമുക്ക് മുടി ഇങ്ങനെ കെട്ടേണ്ട അവസ്ഥയാണ് കേട്ടോ. എന്തുവാ എണീറ്റ് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത് ഇന്ന് ഏത് ഡ്രസ്സ് ഇട്ടിട്ട് ഓഫീസിൽ പോകുമെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് അലമാരയിൽ മടക്കി വെച്ച ഡ്രസ്സാണ്. പക്ഷേ ഇതിലേതുമല്ല ഞാൻ അന്ന് ഇട്ടത്. നമ്മുടെ കൊട്ടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വലിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് പോകും. കിച്ചണിലാണെന്നുണ്ടെങ്കിൽ അമ്മ നമ്മുടെ കിച്ചൺ രാവിലെ ഭയങ്കര അലങ്കോലമായിട്ടാണ് നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ക്ലീനാക്കി സെറ്റാക്കിയിടും. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും കമൻറ്റ് ഇടണ്ട. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. അപ്പോൾ അമ്മ രാവിലെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കിയിരുന്നു. ഇപ്പം 2-3 ദിവസമായിട്ട് കൊഴുക്കട്ട, പൂവാട ഇങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ രാവിലെയും വൈകിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാനത് കഴിക്കാറുണ്ട്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൊഴുക്കട്ട, പൂവാട ഇതൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മുടെ ഫ്ലോപ്പായൊരു കൊഴുക്കട്ട വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കിയപ്പോൾ എന്തോ സെറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും അമ്മ അതവിടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുട്ടയുള്ളി എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ എന്താ പറയുന്നത് എനിക്കല്ല. ചില ആൾക്കാർ മുട്ട തോരൻ അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബ്രഷ് ചെയ്തു. പിന്നെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്ന ഓരോ സാധനങ്ങളും വെച്ചിട്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്തത് എനിക്ക് ഒരു PR കിട്ടിയിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് യൂസ് ആക്കുന്നത്. ഞാനൊരു പ്രോപ്പർ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നൊരു സാധനം ഞാൻ മീഷോന്നോ ഫ്ലിപ്പിന്നോ ഇതിന്നോ ഒന്ന് വാങ്ങിയതാണ്. പക്ഷേ ഞാനത് ഒട്ടിച്ചപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് കുളമായി. എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലും ഫുൾ ടൈം ന്യൂസാണ് കേട്ടോ. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവരിടുന്ന ന്യൂസാണ്. പിന്നെ ഞാൻ രാവിലെ ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കും. എനിക്ക് രാവിലെ മരുന്ന് കഴിക്കാനുണ്ട്. അതിന് മുമ്പ് തന്നെ ഞാൻ ഒരു 1/2 ലിറ്ററൊക്കെ വെള്ളം കുടിക്കും. കാരണം നമുക്ക് വെള്ളം കുടിക്കണം. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും
സമയമുള്ളത് കൊണ്ട് കുറച്ച് ടൈം ന്യൂസ് കണ്ടിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഓട്ടം ചാട്ടമൊക്കെയാണ്. അങ്ങോട്ടോടാ ഇങ്ങോട്ടോടാ ഫുഡ് എടുക്കുക, അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഞാൻ 8 മണിക്ക് എണീറ്റത് കൊണ്ട് തന്നെ കുറച്ച് സമയം എനിക്ക് അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് TV ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുറച്ച് ടൈമൊക്കെ ന്യൂസ് കണ്ടു. സത്യം പറഞ്ഞാൽ ന്യൂസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത്. പിന്നെ എനിക്ക് രാവിലെ ഭക്ഷണത്തിന് മുമ്പ് ഒരു മരുന്ന് കഴിക്കേണ്ടിയിരുന്നു. അത് ഞാനങ്ങനെ കഴിച്ചു. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് ഇന്നിടുന്നത് ഈ ഒരു ടോപ്പാണ്. ഇത് എൻ്റെ ചേച്ചി മീഷോന്ന് വാങ്ങിയതാണ്. ലിങ്കും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമുക്കിതിങ്ങനെ അടിച്ചു കൊടുത്താൽ കിട്ടും തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ പിന്നെ അത് സെർച്ച് ചെയ്തില്ല. അങ്ങനെ ഞാൻ അത് എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ എൻ്റെ ബ്രഷും ഫേസ് വാഷൊക്കെ ഉണ്ടായിരുന്നു, കോൾഗേറ്റ്, അതൊക്കെ ഞാനത് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചു. ഒന്ന് അവിടെ ഒന്ന് സെറ്റാക്കി. ഇനി നേരെ പോകുന്നത് അടിച്ചു വാരി തുടച്ചിടാനാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് രാവിലെ ടൈം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ ചെയ്യാറുള്ളൂ. അമ്മ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. അടിച്ച് തുടയ്ക്കുന്നത് എനിക്ക് രാവിലെ ടൈം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ചേച്ചി ആരെങ്കിലുമൊക്കെ ആണ് ചെയ്യാറ്. ഞാൻ തന്നെ എല്ലായിട്ട് ചെയ്യാറ്. അങ്ങനെ നമ്മൾ അടിച്ചൊക്കെ വാരി നല്ലപോലെ അടിച്ചൊക്കെ വാരിയിട്ട് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാത്തത് കുറേ എൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നിങ്ങളെ മടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇടാത്തത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തുടച്ചിട്ടു. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഞാൻ ഇടാൻ വെച്ചിരുന്ന ടോപ്പ് ജീൻസിൻ്റെ ഒരു ഷർട്ടാണ് കേട്ടോ. ജീൻസിൻ്റെ അല്ല, ജീൻസിന് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഷർട്ടാണ്. അത് ഞാനൊന്ന് അയൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് അയൺ ചെയ്യാൻ വെക്കുന്ന സമയത്താണ് അയ്യോ ഇതിൻ്റെ പാൻറ്റ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പാൻറ്റ് കുറച്ച് ടൈം തിരഞ്ഞു. അപ്പോഴേക്കും 9 മണിയായിട്ട്. ഇനി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ സമയം നന്നായിട്ട് പോകും, നമുക്ക് നല്ലപോലെ ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിക്കുക, മേലെഴുകുക, ഫുഡാക്കുക, പോവുക, ഇത്രയേ പരിപാടിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ച് ഫ്രഷൊക്കെ ആയി വന്നു. നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കേട്ടോ. ഒരുങ്ങിയിട്ട് വരാം ഗൈസ്. ഈ ഒരു വാച്ച് എനിക്ക് ടെക് ആർട്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. അവരുടെ കയ്യിൽ ഒരുപാട് ഗാഡ്ജറ്റ്സ് ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഫുഡ് ആക്കണം. ഫുഡ് നിങ്ങൾ ചോറാക്കണോ? ഇക്കാക്കണോ? എനിക്ക് ചോറാക്കിയിട്ടില്ല ഗൈസ്. ഇനി ചോറാക്കി പാത്രം ഒന്നുകൂടെ കഴുകിയിട്ട് വരട്ടോ. വേണ്ട ഓരല്ലേ ചോറ് റെഡി. ഇത് വേണം പുറത്തുനിന്ന്. I'm ready. തേങ്ങ മുടി ഫാത്തിമത്തെ പോയിണ്ടോ?
ഒമ്പതര ആയില്ലേ? എന്താ ഇനി എടുക്കാനുള്ള വഴിയില്ല. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഓടിപ്പോവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ ഷേക്ക് ആവുന്നത്. ഒന്നുമല്ല, നമുക്ക് 5 മിനിറ്റ് ലേറ്റായി. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ ഒരു സ്റ്റാഫിൻ്റെ കൂടെയാണ്, കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്നോട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ഓടി പോവാണ്. അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഓഫീസിലെത്തി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വർക്കൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്കൊക്കെയാണ് വർക്ക് ഉണ്ടാവുക. അപ്പോൾ ഓഫീസിലെത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വൈഷ്ണവി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് താഴത്തെ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം മേലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് രജിസ്റ്ററിൽ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അത് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ മേലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉച്ചയായി, നമ്മുടെ ലഞ്ച് ടൈമായി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഉള്ളിയും മുട്ടും വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഷ്ണയാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ നമ്മുടെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വർക്കൊക്കെ ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എനിക്കിങ്ങനെ സ്ക്രീനിൽ നോക്കിയിരുന്നത് തന്നെ എനിക്ക് തലവേദന വരും. അപ്പോൾ എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ ഇങ്ങനെ തലവേദന വന്നിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഒരു മാതിരിയായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓക്കെ, നമ്മുടെ വർക്കും കാര്യങ്ങളും ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തിയാൽ തന്നെ നമ്മൾ അധികം സ്ക്രീൻ ടൈമാണ്, കാരണം വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തലവേദന വിട്ട് മാറുന്നുമില്ല. അപ്പോൾ തലവേദന ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്ന് തന്നെ ഒരു ചായ ഞാൻ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 5 മണി ആവാൻ നിൽക്കുകയാണ് ഞാനും വൈഷ്ണവി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. തിരിച്ച് ഞാൻ അവരുടെ കാറിൽ തന്നെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് പൈസ എടുക്കണ്ടല്ലോ ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തുകയും ചെയ്യാം. പിന്നെ അവരുടെ വീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാഗത്ത് തന്നെയാണ്, അതുകൊണ്ട് സീനില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഓഫീസ് വിട്ട് വന്ന് വീട്ടിലെത്തി ഞാൻ നേരെ വന്ന് കിടന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തലവേദന ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ പോയിട്ടൊന്ന് കഴിക്കാം. കാരണം 6 മണി ആയിട്ടുണ്ട്. വിളക്ക് കത്തിക്കണം. കഴിച്ചിട്ട് മേല് കഴുകിയിട്ട് നമുക്ക് വിളക്ക് കത്തിക്കണം ഗൈസ്. അമ്മ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള കൊഴുക്കട്ടയുണ്ട്. അപ്പോൾ നമുക്ക് അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഒന്ന് കൈ കഴുകി വെക്കട്ടെ. സമയം 6 മണി എങ്ങാണ്ടും ആയിട്ടുണ്ട്. ആറര വരെയുള്ളൊരു ടൈം, അതിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത്, എൻ്റെ ഒരു ഡേ റൂട്ടീൻ ആണ് ഞാനിന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് വിചാരിച്ചത് ഒരു 3 ദിവസം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് ഓരോ വീഡിയോ എടുക്കാനും ഒരു പിന്നെന്താ പറയണം. പിന്നെ എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് ഒരുപാട് എൻ്റെ ഒരു ദിവസത്തിൽ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇപ്പം രാവിലെ എണീക്കുക, കഴിക്കുക, ഓഫീസിൽ പോവുക, അവിടുന്ന് ഫുഡ് കഴിക്കുക, വരിക, ഫുഡ് കഴിക്കുക, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഉറങ്ങുക. ഈ ഒരു കാര്യം തന്നെയുള്ളൂ. അല്ലാതെ വേറെ ഇപ്പം അങ്ങനെ കുക്കിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ഡെയിലി അങ്ങനത്തെ ഒന്നുമില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്താൽ അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം
സംതിങ് വെറൈറ്റി ആയിട്ട് എനിക്കൊന്നും വീഡിയോ എടുക്കാനില്ല ഇതിൽ. നമ്മൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണ സമയത്ത് അതാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ മടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് പേരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ ഒരു ദിവസം കാര്യമായിട്ട് വലുതൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. എന്തായാലും ഒരു 3 ഡേ റൂട്ടീൻ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്, അത് ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്താലോ. ഇനിയിപ്പോൾ എനിക്ക് പുറത്ത് കുറച്ച് തുണി ഇട്ടിട്ടുണ്ട്, ആ തുണി ഒന്ന് എടുത്ത് കൊണ്ടുവരണം. മേലഴുകിയിട്ട് വിളക്കത്തിക്കണം, കാരണം ചേച്ചി വന്നിട്ടില്ല, അല്ലെങ്കിൽ മഞ്ചിട്ടാണ് വിളക്കത്തിക്കാറ്. ഇതിപ്പോൾ അവൾ വരാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ കത്തിക്കണം. ഇപ്പം തുണി എടുക്കാൻ പോകണം ഗൈസ്, മഞ്ഞൊക്കെ വീണിട്ട് തുണി എടുക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മളിവിടെയാണ് തുണി തോരയിടുന്നത്. പിന്നെ നമ്മുടെ ഹോം ടൂർ നമ്മൾ വൈകാതെ ചെയ്യുന്നതാണ്. ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് എന്താ പറയുക, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലേ ഞാൻ ഇത് എടുക്കുള്ളൂ, ഹോം ടൂർ എടുക്കുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാം. ഹോം ടൂർ ഞാൻ വൈകാതെ തന്നെ ഇടുന്നതാണ്. ഹോം ടൂർ വേണമെന്നുള്ളവർ കമൻറ്റ് ബില്ലോ. ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ.